ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് ഒരു കുറച്ച് പച്ച കാന്താരി മുളകും കുറച്ച് വെള്ള കാന്താരി മുളകും ഒക്കെ കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്താണ് കേട്ടോ ഇത്. ഇതുകൊണ്ട് നമുക്കൊരു കറി വയ്ക്കാം. അപ്പോൾ ഇതൊക്കെ നല്ല കഴുകിയൊക്കെ ഞെട്ടൊക്കെ കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ചെറിയൊരു കീറിട്ട് കൊടുക്കാം. മുഴുവനായിട്ടൊന്നും പൊളിക്കണ്ട, ചെറുതായിട്ട് മതി. ഇനി ഇതിന് നല്ല എരിവുണ്ട് കേട്ടോ. എരിവില്ലാത്ത മുളകാണ് ഇതിന് നല്ലത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം നമുക്ക്. ഈ കാന്താരി മുളക് വഴറ്റുമ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി അകന്ന് നിൽക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊക്കെ വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇത് കുറച്ച് തൈരാണ്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേറൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകും ഒരു നുള്ളു ഉലുവയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക് ഇട്ട് വേപ്പിലേക്കിട്ട് നമുക്ക് ഒന്ന് കടുക് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആ കലക്കി വെച്ചിരിക്കുന്ന തൈര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിപ്പോൾ അതിനൊരു തിള വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കണം ആ വഴറ്റി വെച്ചിരിക്കണം കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ കിടന്നൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വറ്റി വരണം. ഇത്തിരി പുളിയുള്ള തൈരാണ് കേട്ടോ നല്ലത് എരിവുള്ള മുളകിന്. തീരെ എരിവില്ലാത്തതാണെങ്കിൽ ഇച്ചിരി പുളി കുറഞ്ഞാലും കുഴപ്പമില്ല. എരിവുള്ള മുളകാണെങ്കിൽ നല്ല പുളിയുള്ള മോരൊഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എരിവ് കുറേയൊക്കെ നമുക്ക് കുറയും. ഇപ്പോൾ ഇതൊരു വിധമൊക്കെ വറ്റി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്നുകൂടി വറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇത് ഞാൻ 2-3 ഈന്തപ്പഴം ഇങ്ങനെ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് അരച്ച് വെച്ചിരുന്നതാണ്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതൊക്കെ ഇപ്പോൾ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലിരുന്ന് തന്നെ കുറച്ചുകൂടിയൊക്കെ വറ്റും. അപ്പോൾ നമ്മുടെ മുളക് പുളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ക്യാപ്സിക്കം മുളക് വെച്ചൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ എരിവുണ്ടാവില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.